വക്രദൃഷ്ടി തുടരുന്നു. നോട്ട് നിരോധനത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ഒന്നും അവസാനിക്കുന്ന മട്ടില്ല. നിരോധനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന നേതാക്കളെല്ലാം ഇപ്പോൾ പോക്കറ്റിൽ നോട്ടുമായാണ് നടക്കുന്നത്. 500 രൂപ 1000 രൂപ നോട്ട് റദ്ദാക്കിയിട്ട് പകരം 2000 രൂപ ഇറക്കുന്നതിൽ നിയമപ്രശ്നമുണ്ടെന്നാണ് KPCC പ്രസിഡന്റ് VM സുധീരൻ സമർത്ഥിക്കുന്നത്. സംഗതി ആലോചിച്ചാൽ സത്യമാണ്. പുതിയ 500 നോട്ട് കയ്യിൽ വരുന്നതുവരെ ഈ ഭരണഘടനാ പ്രശ്നം നിലനിൽക്കുകയും ചെയ്യും. നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഞാൻ നോക്കിയായിരുന്നു 100-ൻ്റെ ഒരു നോട്ട്. അതിലെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് പറയുന്നത്? അതിൽ പറയുന്നത് റിസർവ് ബാങ്ക് ഗവർണർ ഇന്ത്യൻ ജനതയ്ക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഐ പ്രോമിസ് ടു പേ ദി ബെയറർ ദി സം ഓഫ് ₹100. ഇതേ രീതിയിൽ വാഗ്ദാനമാണ് 500, 1000 നോട്ടുകൾക്കൊക്കെ ഉള്ളത്. അറിയാമല്ലോ, റിസർവ് ബാങ്കിന്റെ ഗവർണറുടെ വാഗ്ദാനം ഇന്ത്യ ഗവൺമെന്റിന്റെ അക്ഷരാർത്ഥത്തിലുള്ള ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന രീതിയിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ വാഗ്ദാനം നഷ്ടമായിരിക്കുന്നു. കയ്യിൽ 100 രൂപ തികച്ചെടുക്കാൻ ഇല്ലാത്തതുകൊണ്ടാകാം 20 രൂപ നോട്ട് ഉയർത്തിയാണ് മുൻ മന്ത്രിയും CPI നേതാവുമായ മുല്ലക്കര രത്നാകരൻ നിയമസഭയിൽ ഇതേ നിയമപ്രശ്നം ഉന്നയിച്ചത്. 500,000 രൂപ നോട്ട് പിൻവലിച്ചിട്ട് 2000 കൊടുത്താൽ അതിൻ്റെ അർത്ഥം 500,000 രൂപ നോട്ട് പിൻവലിക്കുന്നത് പോലെ തന്നെയാണ് സാർ. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു 20 രൂപ നോട്ടാണ്. ഈ 20 രൂപ നോട്ടിൽ ഒരു എഴുത്തുണ്ട് സാർ. ഐ പ്രോമിസ് ഇറ്റ് ടു പേ ദ ബിയറർ ഇത് സം ഓഫ് 20 റുപ്പീസ്. ഇത് നമുക്ക് തരുന്ന ഈ കടലാസിൽ റിസർവ് ബാങ്ക് ഗവർണറാണ് ഈ കടലാസിന് 20 രൂപ വിലയുണ്ടെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹമാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 500 രൂപയിലും 1000 രൂപയിലുമെല്ലാം റിസർവ് ബാങ്ക് ഗവർണറുടെ ഈ പ്രോമിസ് ഉണ്ട്. ആ നോട്ടിന് വിലയില്ലാതായാൽ, ആ നോട്ട് അസാധുവാക്കിയാൽ പകരം മൂല്യമുള്ള അത്രയും ഒന്ന് കൊടുക്കാൻ റിസർവ് ബാങ്ക് ഗവർണർ ആ രാത്രിയിൽ ബാധ്യസ്ഥനാണ്. കാരണം ഇതൊരു കരാറാണ്, ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുന്ന. മാത്രമല്ല, ഈ കരാറിൽ വേറൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട് സാർ. ഈ 20 രൂപ നോട്ടിൽ അത് ഗ്യാരണ്ടീഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് എന്നാണ്. നരേന്ദ്രമോദി സെൻട്രൽ ഗവൺമെൻറ് നായകനാണെങ്കിൽ, ഊർജിത് പട്ടേൽ ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഗവർണറാണെങ്കിൽ, ഇത് 8-ാം തീയതി 8 മണിക്ക് പിൻവലിക്കപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്ന എൻ്റെ പോക്കറ്റിൽ, എനിക്ക് 8-ാം തീയതി മാത്രം, 8-ാം തീയതി 8 മണി വരെ ഉള്ളെങ്കിൽ 8 മണിക്ക് ശേഷം എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന 500 രൂപ നോട്ട് മരിച്ച നോട്ടാണെങ്കിൽ ഒരു ജീവിക്കുന്ന നോട്ട് എനിക്ക് തരാൻ ഗവൺമെൻറ് ബാധ്യസ്ഥനാണ്. അവിടെയാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ചോദിച്ച ഇതിലൊരു ഭരണഘടനാ ലംഘനം പോലുമുണ്ട്. നിയമ സംവിധാനത്തിൽ തന്നെ ഇത് നിലനിൽക്കുന്നതല്ല. അദ്ദേഹം പിൻവലിച്ച് അദ്ദേഹം 2000 നോട്ടിറക്കിയാൽ 2000 നോട്ടിൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, വെള്ളം ചോദിച്ച് വരുന്നവൻ്റെ മുമ്പിൽ ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കുന്നതിന് പകരം ആഴമുള്ള കിണർ കാണിക്കുന്ന പോലാണ്. അവൻ ഒന്നുകിൽ ചാടി ചാവാം, ഇല്ലെങ്കിൽ കരക്കിരുന്ന് മരിക്കാം. ഈ പറഞ്ഞതൊക്കെ ന്യായം. ഇനി VM സുധീരൻ പറയുന്ന കാര്യം ഒരു തെറ്റിദ്ധാരണ മൂലമാണ്. ഇപ്പോൾ ഇറങ്ങിയ 2000 രൂപയുടെ നോട്ട്, ആ 2000 രൂപയുടെ നോട്ട് ഉപയോഗിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ആഹ്വാനമാണ് കാണുന്നത്. ജനങ്ങൾക്ക് വേണ്ടാത്ത ആഹ്വാനം. നരേന്ദ്രമോദി 2000 രൂപ ഇറക്കി. ഇന്നേ വരെ ഒരു രാജ്യത്തും ഇതുപോലെ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? 2000 രൂപയുടെ നോട്ടെടുത്ത് അത് ശരിയായി വിനിയോഗിച്ചാൽ നരേന്ദ്രമോദിയുടെ പ്രസംഗം 1 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രസംഗം. അക്ഷരാർത്ഥത്തിൽ ഇത്രയേറെ കറൻസിയെ ദുരുപയോഗം ചെയ്ത, രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്ത ഇതുപോലെ ഒരു അനുഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ശരിക്കു പറഞ്ഞാൽ ഇതേക്കുറിച്ച് നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. സംഗതി പുതിയ സാങ്കേതിക വിദ്യ കൊണ്ട് കളിക്കുന്ന പിള്ളേരുടെ കളിയാണ്. സർക്കാരിന് അതിൽ റോളൊന്നുമില്ല. ഇതേ അപകടം ഡോക്ടർ MK മുനീർ നിയമസഭയിലും അവതരിപ്പിച്ചു. ഇപ്പോൾ ഇതാ ഈ നോട്ടിൽ മോഡിക്ക് നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്പ് ഇറങ്ങിയിരിക്കുന്നു. ആ ആപ്പ് 2000-ൻ്റെ അല്ലെങ്കിൽ 500-ൻ്റെ നോട്ടിൻ്റെ നേരെ വെച്ച് കഴിഞ്ഞാൽ മോഡി പ്രസംഗിക്കുക. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കറൻസിയുടെ മുകളിൽ
ഒരു ആപ്പ് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത്, ഇനി ഇദ്ദേഹത്തിന് വേണമെങ്കിൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ എല്ലാ വർഗീയ പ്രസംഗങ്ങളും നമ്മുടെ കറൻസിയുടെ ചെലവിൽ പ്രസംഗിച്ച് തീർക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഫാഷിസ്റ്റ് വിരുദ്ധ ശക്തികൾക്ക് ഒന്നായി എടുക്കാനുള്ള നിലപാട്. പുതിയ 2000 രൂപ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്താൽ പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗം കേൾക്കാൻ കഴിയുന്ന ഒരു മൊബൈൽ ആപ്പിന് ചിലർ രൂപം കൊടുത്തതാണ് സംഗതി. ഇതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് VM സുധീരൻ്റെ പ്രസംഗമോ MK മുനീറിൻ്റെ പ്രസംഗമോ കാണിക്കാം. വക്രദൃഷ്ടിയുടെ ഒരു എപ്പിസോഡും കാണിക്കാം. ബാംഗ്ലൂർ ആസ്ഥാനമായ ഒരു സ്റ്റാർട്ടപ്പ് പിള്ളേരാണ് ഈ ഏടാകൂടത്തിന് പിന്നിൽ. പച്ചനോട്ടിന് ഇതിൽ ഒരു പങ്കുമില്ല. നോട്ടിൽ GPS-ഉം നാനോ ചിപ്പും മറ്റു കോടാലികളും ഘടിപ്പിച്ചിട്ടുണ്ടെന്ന നുണ പോലെ 2000 രൂപ നോട്ടിനുള്ളിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന പെരും നുണ ചിലർ അജ്ഞത മൂലമോ ബോധപൂർവമോ പ്രചരിപ്പിക്കുകയാണ്. പുതിയ 2000 നോട്ടിൽ ഒരു സീക്രട്ട് ഒളിച്ചിരിപ്പുണ്ട്. അതായത് ആൻഡ്രോയിഡ് ഫോണുള്ള എല്ലാവർക്കും ആ സീക്രട്ട് ഉപയോഗിച്ച് നോട്ടിലൊരു വീഡിയോ കാണാവുന്നതാണ്. നമ്മൾ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നതിൻ്റെ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണുള്ളവർ മോഡി കി നോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് 2000 രൂപയുടെ പുതിയ നോട്ടാണിത്. അത് നമ്മൾ ഗ്രഹത്തിൻ്റെ പുതിയ സാറ്റലൈറ്റ് വിക്ഷേപിച്ചതിൻ്റെ ആ വശം എടുത്തിട്ട് ആ ആപ്ലിക്കേഷനിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതിലെടുത്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നോട്ടിന് നേരെ സമാന്തരമായിട്ട് പിടിക്കണം. അപ്പോൾ ഈ വീഡിയോ നമ്മൾ നോട്ടിന്റെ മുകളിലായിട്ട് ഇങ്ങനെ കാണും. നമ്മൾ ക്യാമറ അങ്ങോട്ട് നീക്കിയാലും ഇങ്ങോട്ട് നീക്കിയാലും അത് പിന്നെ കിട്ടില്ല. നോട്ടിന് സമാന്തരമായി പിടിച്ചാൽ മാത്രമേ നമുക്ക് ഈ വീഡിയോ കാണാൻ പറ്റുകയുള്ളൂ. ഇത് ചിപ്പ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്നറിയില്ല, അതിന്റെ വാസ്തവം അറിയില്ല. ഇത് ആപ്പുമായിട്ട് എന്തോ ലിങ്കാണെന്ന് തോന്നുന്നു. പക്ഷെ കണ്ടപ്പോൾ ഒരു ഇത് തോന്നി, അങ്ങനെ ഇട്ടതാണ്. 2000 രൂപ നോട്ടിനെ കുറിച്ച് പലരും ദുരൂഹത ചമച്ചുകൊണ്ടിരിക്കുമ്പോൾ പച്ചനോട്ടിനെക്കുറിച്ച് മറ്റൊരു പച്ചയായ വിവരം ഡോക്ടർ MK മുനീർ നിയമസഭയിൽ വെളിപ്പെടുത്തുന്നു. നോട്ടിൽ നിന്ന് നിറമിളകി വെള്ള ഷർട്ടിൽ പിടിക്കുന്നതായാണ് പുതിയ വിവരം. ഇപ്പോൾ തന്നെ 2000 രൂപ എന്ന് കളർ ഇളകുകയാണ്. അദ്ദേഹം പറയുന്നത് ടെർബോ ഇലക്ട്രിക് ഇഫക്റ്റ് കൊണ്ട് നമ്മളുടെ വെള്ള ഷർട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ പിങ്ക് കളർ ഇതിൽ വരും, കളർ ഇളകുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു ഇത് തന്നെയാണ്, ഇത് നല്ല നോട്ടാണ്, ഫേക്ക് അല്ല എന്നതിൻ്റെ തെളിവ് ഇന്ത്യയിലെ നോട്ടിൻ്റെ കളർ ഇളകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ കളർ ഇളകുന്ന നോട്ട് ഇറക്കിയിട്ടുള്ള ഒരു ഖ്യാതി കൂടി ഇനി ഇന്ത്യക്ക് കിട്ടാൻ പോവാണ്. ഇതും കള്ളനോട്ട് കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക വിദ്യയുടെ ഭാഗമാണെന്ന് മോദി ഭക്തർ പറയുമായിരിക്കും. നിറമിളകുന്നത് നല്ല നോട്ടും നിറം പോകാത്തത് കള്ളനോട്ടും. എങ്ങനെയുണ്ട് ബുദ്ധി? വക്രദൃഷ്ടിയിൽ ഇടവേള. പേര് വിളിച്ചു ചൊല്ലൽ വിവാദം. ഈ കേരളത്തിലെ സഹകരണ മേഖലയെ എന്തിനു തകർക്കാൻ വരുന്നു എന്ന കാര്യം രാജശേഖര, ഞങ്ങൾക്കും അതിനെക്കുറിച്ച് അറിയാം. എന്താ ഉദ്ദേശം? കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. അതൊക്കെ ഞങ്ങളൊക്കെ ഭരണത്ത് വെച്ചിരിക്കുകയല്ല.